Hello friends, Technique Malayalamത്തിന്റെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ടാബ്ലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ തന്നെ പേര് കണ്ടു കാണും. റെഡ്മിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ടാബ്ലറ്റ് ആയ റെഡ്മി പാഡ് ആണ്. അപ്പോൾ നമുക്കറിയാം, പൊതുവേ നമ്മൾ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ പൊതുവേ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എപ്പോഴും ലാഗ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ അടുത്തിറങ്ങിയ ഷവമി പാഡ് 5 വളരെ മികച്ച ഒരു ടാബ്ലറ്റ് ആയിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെൻറ്റ്, അതായത് 25,000 രൂപയ്ക്ക് മേളിലായിരുന്നു അതിൻ്റെ പ്രൈസിങ് വന്നത്. അത് എല്ലാവർക്കും അഫോർഡബിൾ ടാബ്ലറ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ അത് നല്ല അടിപൊളി സ്പെക്സ് ആയിരുന്നു വന്നത്, നല്ല പെർഫോമൻസും ആയിരുന്നു. എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ഓൾ ഇൻ വൺ പ്രീമിയം ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റെഡ്മി പാഡ് എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് കാറ്റഗറി അല്ല, കുറേയും കൂടെ ബഡ്ജറ്റ് കാറ്റഗറി. സ്മാർട്ട് ഫോണിനെ പോലെ തന്നെ ഷവമി കുറച്ചും കൂടെ പ്രീമിയം, റെഡ്മി കുറച്ചും കൂടെ ബഡ്ജറ്റ് വേണം. അപ്പോൾ റെഡ്മി പാഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡ്മി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, പൊതുവെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് മോശമാണ് ആൻഡ്രോയിഡ് ടാബ്ലറ്റിന്. ഇപ്പോൾ മാർക്കറ്റിലുള്ള ടാബ്ലറ്റ്സ് ബ്രാൻഡ്സ് ഏറ്റവും മികച്ചായി സെല് ചെയ്യുന്ന ടാബ്ലറ്റ് ബ്രാൻഡ്സാണ് സാംസങ്, ലെനോവോ, റിയൽമി ഉണ്ട്, മോട്ടോറോള ഉണ്ട്, ഇപ്പോൾ പിന്നെ നോക്കിയേൻ്റെ ടാബ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ഈ എല്ലാ ടാബ്ലറ്റ്സ് എടുത്തു നോക്കിയാലും ഇതിൽ ഐദർ എന്തെങ്കിലും ഒരു പോരായ്മ നമുക്ക് കാണാം. ഇൻഫാക്ട് ഞാനത് എടുത്ത് നോക്കിയിട്ടുണ്ടായി. എല്ലാത്തിലും തന്നെ പ്രോസസ്സറാണ് ഒരു പഴയ പ്രോസസ്സറാണ്, പ്രോബ്ലി ഒരു 2 വർഷം പഴക്കമുള്ളതോ അല്ലെങ്കിൽ 3 വർഷം പഴക്കമുള്ളതോ. ഇൻഫാക്ട് ലെനോവോൻ്റെ ടാബ്ലറ്റിൽ ഏതാണ്ട് 5 വർഷം പഴക്കമുള്ള ഏതൊരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രോസസ്സർ ഒരു ബോട്ടിലിനൊക്കെയാണ്, കാരണം അതൊരു പെർഫോമൻസിന് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷവമി അവരെ റെഡ്മി പാഡ് ഇറക്കുന്നത്. അപ്പോൾ ഈ റെഡ്മി പാഡിൽ 1-2 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, ഇതിനകത്ത് ഹീലിയോ G99, അതായത് ഏറ്റവും പുതിയ ചിപ്പാണ്, മീഡിയടെക്കിൻ്റെ നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ് ഹീലിയോ G99. അതേപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയാണ് വരുന്നത്. അതായത് 10,000 to 20,000 രൂപയ്ക്ക് ഇടയിൽ ആദ്യത്തെ 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയാണ് ഇതിനകത്ത് വരുന്നത്. ടാബ്ലറ്റ്സിൽ, സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ടാബ്ലറ്റ്സിൽ എല്ലാം തന്നെ 60 Hz വരുന്നത്. അപ്പോൾ അങ്ങനെ 1-2 നല്ല ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹീലിയോ G90 നല്ലൊരു ഗെയിമിംഗ് ചിപ്പും കൂടിയാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെഡ്മി പാഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ബോക്സാണ് ഇത്. റെഡ്മി പാഡ് എഴുതിയതാണ്. ഡോൾബി ആറ്റ്മോസും കൂടെ എഴുതിയിട്ടുണ്ട്. ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ ക്വാഡ് സ്പീക്കറാണ്, 4 സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന കളറ് ഗ്രാഫൈറ്റ് ഗ്രേ ആണ്. 128 GB സ്റ്റോറേജ് ഓഫേർഡ് ആണ്. അതേപോലെ തന്നെ ഒരു 3 GB വേരിയൻ്റ് ഉണ്ട്. 364, 4 and 6, 128 അങ്ങനെ 3 വേരിയൻസ് ആണ് അവൈലബിൾ ആണ്. 3 കളേഴ്സാണ് അത്. ഗ്രാഫൈറ്റ് ഗ്രേ, അതേപോലെ ഒരു ഗ്രീൻ കളറുണ്ട്, പിന്നെ ഒരു സിൽവർ കളറുമാണുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് പെട്ടെന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് റെഡ്മി പാഡ് എഴുതിയതാണ്. 90 Hz ബട്ടറി സ്മൂത്ത് ഡിസ്പ്ലേ, അതേപോലെ ക്വാഡ് സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി ആറ്റ്മോസ്, ഹൈ പെർഫോമൻസ് മീഡിയടെക് ഹീലിയോ G99 ചിപ്പാണ്. 6 നാനോമീറ്റർ ചിപ്പാണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. 8000 mAh ബാറ്ററി, 18 watt ഫാസ്റ്റ് ചാർജിങ്, 22.5 watt ചാർജർ ഇൻ ദ ബോക്സ് എന്ന് കാണാം. ഫ്ലാഗ്ഷിപ്പ് ലെവൽ യൂണിബോഡി ഡിസൈൻ, സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് എഴുതി കാണാം. ഇതൊന്ന് പുറത്തേക്ക് വെക്കാം. പിന്നെ എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. ഇവിടെ നമുക്ക് ചാർജറാണ്, 22.5 അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. 22.5 watt അഡാപ്റ്ററാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ്. ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സിം ഇജക്റ്റ് പിൻ ഉണ്ട്. ആക്ച്വലി ഇത് നമ്മൾ SD കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ SD കാർഡ് സപ്പോർട്ടഡ് ആണ്. റെഡ്മി പാഡിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സിം കാർഡ് സ്ലോട്ട് ഇല്ല, ആക്ച്വലി SD കാർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് റെഡ്മി പാഡ്. അപ്പോൾ നമുക്കിവിടെ കാണാം റെഡ്മി എഴുതി കാണാം. ഇവിടെ നമുക്കൊരു 8 MP ക്യാമറയാണ് വരുന്നത്. ഇതുണ്ടല്ലേ, ക്യാമറ യൂണിറ്റ് നല്ലൊരു സ്ക്വയറിഷ് ലേ ഔട്ടാണ്. 8 MP എഴുതിയത് കാണാം. ഇതൊരു മെറ്റൽ അലുമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അലുമിനിയമാണ്, നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. റെഡ്മി ബ്രാൻഡിങ് എഴുതിയത് കാണാം. പിന്നെ നമുക്ക് സൈഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വോളിയം കീസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇവിടെ നമുക്ക് മൈക്രോഫോണാണ്, 2 മൈക്രോഫോണാണ്. ഇവിടെ SD കാർഡ് സ്ലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് 2 സ്പീക്കർ യൂണിറ്റ് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല.
ഇല്ല. താഴെ നമുക്ക് USB Type C പോർട്ടും വീണ്ടും 2 സ്പീക്കേഴ്സ് കാണാം. അങ്ങനെ 4 സ്പീക്കറാണ് ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ നമുക്ക് കാണാം. പിന്നെ അതേപോലെ സെൽഫി ക്യാമറ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. കാരണം വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. ഇത് മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിൽ വളരെ സ്ലിം ആണ്. വെറും 465 ഗ്രാംസ് വരുന്നുള്ളൂ. കണ്ടില്ലേ, വളരെ സ്ലിം. ഇൻഫാക്ട് ഇതിൻ്റെ ഇത് 465 ഗ്രാംസ് ഉണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് റെഡ്മി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചാലും വെയിറ്റ് അധികം തോന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് ആക്ച്വലി 10.61 ഇഞ്ചസ് ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റെഡ്മി പാഡ് 10.61 ഇഞ്ചസ് 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 1080p അല്ല, അതിലും കൂടിയ റെസൊല്യൂഷനാണ് 2K ഡിസ്പ്ലേ. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 10 ബിറ്റ് പാനലാണ്. 10 ബിറ്റ് പാനലാകുമ്പോൾ തന്നെ 1 ബില്യൺ കളേഴ്സാണ് വരുന്നത്. നമ്മൾ റെഗുലർ 8 ബിറ്റിൽ 16 മില്യണേ വരുന്നുള്ളൂ. ഇവിടെ 10 ബിറ്റ് പാനലായതുകൊണ്ട് തന്നെ നമുക്ക് 1 ബില്യൺ കളേഴ്സാണ് വരുന്നത്. അതേപോലെ ഇത് ഇതിനകത്ത് TV റൈൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ ഇൻബിൽഡ് ഐ പ്രൊട്ടക്ഷൻ മോഡ്സും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഇതൊരു IPS LCD പാനലാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല വിവിഡ് ബ്രൈറ്റ് കളേഴ്സാണ്. അതേപോലെ അപ് ടു 400 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പ്രത്യേകിച്ച് ഇത് റീഡിംഗ് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓൺലൈൻ കോണ്ടന്റ് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ റീഡിംഗ് മോഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് റീഡിംഗ് മോഡിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന പൊതുവെയുള്ള ഡിസ്പ്ലേസ് എല്ലാത്തിലും ഒരു പോരായ്മ എന്താ വെച്ചാൽ ഇതിനകത്ത് റിഫ്രഷ് റേറ്റ് 60 ഹെർട്സ് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ ടാബ്ലറ്റിൽ, അതായത് നമുക്ക് കോമ്പറ്റീഷൻ ബ്രാൻഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിയൽമി ആണെങ്കിലും മോട്ടറോള ആണെങ്കിലും ലെനോവോ ആണെങ്കിലും സാംസങ് ആണെങ്കിലും എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 90 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, റിഫ്രഷ് റേറ്റ് നമുക്ക് 90 ഹെർട്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. കാരണം പൊതുവേ ഈ സെഗ്മെൻറ്റിൽ, അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ നമുക്ക് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു സ്മൂത്ത് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് MIUI 13 ആണ്. MIUI 13.1.1 ആണ്. ആൻഡ്രോയിഡ് 12 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. MIUIൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 2 MIUI അപ്ഡേറ്റ്സും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 13, ആൻഡ്രോയിഡ് 14, MIUI 14, MIUI 15 അതേപോലെ 3 വർഷം സെക്യൂരിറ്റി പാച്ചസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് റെഡ്മി പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഫീച്ചറാണ്. കാരണം ബഡ്ജറ്റ് സൈക്കിളിൽ പൊതുവേ ഇത്രയും നല്ല അപ്ഡേറ്റ് സൈക്കിൾ വരാറില്ല സാധാരണ. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. പിന്നെ നമുക്ക് MIUI ആക്ച്വലി നല്ലോണം ഒപ്റ്റിമൈസ്ഡ് ആണ്. ഞാനിത് ഷോമീൻ്റെ പാഡ് 5 റിവ്യൂ ചെയ്തപ്പോഴും പറയുകയുണ്ടായി. ഷോമീൻ്റെ ഈ MIUI എക്സ്പീരിയൻസ് ടാബ്ലറ്റിൽ നല്ലതാണ്. കണ്ടില്ലേ, ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ മോഡലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷോമി പാഡിൻ്റെ റെഡ്മി പാഡിൻ്റെ ഈ UI എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് എല്ലാം കാണാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. ഇവിടുന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസ് കാണാം. അതേപോലെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ മെമ്മറിയിൽ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വെതർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഞാൻ വേറൊരു ആപ്പും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലേ, വെതർ എടുത്തു, ഞാൻ പ്രോബ്ലി സെക്യൂരിറ്റിയും കൂടെ എടുത്തു. എന്നിട്ട് മെമ്മറി പോയിട്ട് ഞാൻ ഇങ്ങനെ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് പ്രസ് ചെയ്താൽ ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ കാണാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് ഒരു സൈഡിൽ ഒരു ആപ്പ് വന്നു, അതേപോലെ തന്നെ എനിക്ക് മറ്റൊരു സൈഡിൽ മറ്റേ ആപ്പും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെതർ എടുത്തു. അപ്പോൾ ഞാൻ 2 ആപ്പ് സൈമൾട്ടേനിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ്. അപ്പോൾ ഇത് ഞാൻ ഹോം സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്താൽ ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡായിട്ട് തന്നെ നമ്മളിവിടെ കിടക്കും. കണ്ടോ, സ്പ്ലിറ്റ് സ്ക്രീൻ മോഡായിട്ട് തന്നെ അത് കിടക്കണം. അപ്പോൾ അത് മെമ്മറിയിൽ നിന്ന് സേവ് ഒന്ന് പുറത്തു പോകത്തില്ല. അപ്പോൾ മെമ്മറിയിൽ തന്നെ സേവായി കിടക്കും. അപ്പോൾ അത് കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ ആപ്പ് എടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ വേറൊരു ആപ്പ്, അതായത് കാൽക്കുലേറ്റർ ആപ്പ് എനിക്ക് ഫ്ലോട്ടിംഗ് വിൻഡോസിലിടാം. ആണല്ലേ.
അപ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാവുന്നത്. അപ്പോൾ 2 നോർമൽ വിൻഡോയും ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മൊത്തം 3 സ്ക്രീൻ ഉണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അതേപോലെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസ് പ്ലേ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. പിന്നെ വീഡിയോ ടൂൾ ബോക്സ് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആക്ച്വലി നമുക്കിവിടെ സെറ്റിങ്സ് പോയി മാനേജ് ചെയ്യുന്നതാണ് കണ്ടില്ല വീഡിയോ ടൂൾ ബോക്സ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആപ്സ് വേണമെന്നുള്ളത് മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് സൈഡിൽ നിന്ന് എനിക്ക് വലിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വേണ്ടില്ല വീഡിയോ ടൂൾ ബോക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ എനിക്കിവിടെ ആക്ച്വലി ഇതിനകത്ത് ഡോൾബി അറ്റ്മോസും ബാക്കിയുള്ള ഫീച്ചേഴ്സും ഇവിടെ കണ്ടില്ലേ. ഡോൾബി അറ്റ്മോസ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, സ്ക്രീൻഷോട്ട് എടുക്കാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് വീഡിയോ ടൂൾ ബോക്സ് ഉള്ള ഇതിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതും ഒരു അടിപൊളി ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പവർ ചെയ്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 ഒക്ടോകോ പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ കിട്ടുന്ന എല്ലാ ടാബ്ലറ്റിലും പ്രോസസ്സർ വളരെ വീക്കായിട്ടാണ് നമ്മൾ കണ്ടത്. ഈവൻ റിയൽമീൻ്റെ ആണെങ്കിൽ G80 ആണെങ്കിലും മോട്ടോ ആണെങ്കിലും ഒക്കെ കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് പ്രോസസ്സറാണ് വരുന്നത്. ഇൻഫാക്ട് ലെനോവോൻ്റെ ടാബ്ലറ്റിലൊക്കെ 3-4 വർഷം പഴക്കമുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയത് ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് അനൗൺസ് ചെയ്ത ഹീലിയോ G99 ഒക്ടോകോ പ്രോസസ്സറാണ്. അതേപോലെ നമുക്ക് കിട്ടുന്നത് 4GB 3GB 6GB റാമും ഉണ്ട്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്. ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 3,70,000 വരുന്നത്. അപ്പോൾ അതും നല്ലൊരു റെസ്പോൺസീവ് UI ആണ്. ആക്ച്വലി വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ ആനിമേഷൻസ് ഒക്കെ വളരെ സ്മൂത്താണ്, നല്ല ടച്ച് റെസ്പോൺസുമാണ്. അതേപോലെ റെസ്പോൺസ് ടൈമും വളരെ സ്മൂത്താണ്. നല്ലൊരു രീതിയിലാണ് ഹീലിയോ G99 ഇതിൽ വർക്കാവുന്നത്. അപ്പോൾ ഗെയിമിങ്ങിനും അനുയോജ്യമായ ഒരു ടാബ്ലറ്റായിട്ട് ഇതിനെ പറയാൻ സാധിക്കും. കാരണം ഹീലിയോ G99 നമുക്കറിയാം നല്ലൊരു ബജറ്റിൽ നിൽക്കാവുന്ന ഒരു ഗെയിമിംഗ് ചിപ്പ് സെറ്റും കൂടിയാണ്. നല്ലോണം ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ക്വാഡ് സ്പീക്കേഴ്സാണ് വരുന്നത്. 2 സ്പീക്കർ ഇവിടെയും 2 സ്പീക്കർ ഇവിടെയും, അങ്ങനെ 4 സ്പീക്കർ ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ 2 മൈക്രോഫോണാണുള്ളത്. വീഡിയോ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാണ്ട് 2 മൈക്രോഫോണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൽഫി ക്യാമറ ഇവിടെയാണ് വരുന്നത് ആക്ച്വലി. പിന്നെ സെൽഫി ക്യാമറയ്ക്ക് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി കണ്ടന്റിനനുസരിച്ച്, അതായത് എത്ര ആളുടെ അതിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു OT അപ്ഡേറ്റിലാണ് വരുന്നത്. അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറാണ്. കാരണം നമ്മൾ ലേണിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫോക്കസ് ഫ്രെയിം ടെക്നോളജി എന്നാണ്. അത് വൈഡർ വ്യൂ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. മൾട്ടിപ്പിൾ ആൾക്കാർ ഫ്രെയിമിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വ്യൂ സ്വിച്ച് ചെയ്യുന്നതാണ്. അതേപോലെ ഡ്യുവൽ മൈക്ക് ഉണ്ടാവുന്നത് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് സ്കാനർ ഉണ്ട്. തേർഡ് പാർട്ടി പെൻ ഇൻപുട്ടും സപ്പോർട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു പവർ പാക്ഡ് ഡിവൈസ് ആണെന്ന് പറയാം. 8 MP ഫ്രണ്ടും 8 MP റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI കൂടെ ഒന്ന് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. നമുക്ക് കണ്ടില്ലേ HDR മോഡ് ഉണ്ട്, വീഡിയോ റെക്കോർഡിങ്, അതേപോലെ 1080p റെസൊല്യൂഷൻ ഉണ്ട്, വീഡിയോ, ഫോട്ടോ, നൈറ്റ് മോഡ്, ഷോർട്ട് വീഡിയോ, അങ്ങനെ ഡോക്യുമെൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് 2-3 ഫോട്ടോസും കൂടി കാണാം ഈ ക്യാമറയിൽ നിന്ന് എടുത്ത്. ഇത് ആക്ച്വലി ക്യാമറയ്ക്ക് ഇൻറ്റൻറ്റഡ് ഒരു ഡിവൈസ് അല്ല, എങ്കിലും നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കണ്ടേക്കാം. കുഴപ്പമില്ലാത്തൊരു ടാബ്ലറ്റിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടാബ്ലറ്റിൽ വരുന്നത് 8000 mAh ബാറ്ററിയാണ്. അത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 18 വാട്ട് ചാർജിങ്ങേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് ലൈക്ക് മോർ ദാൻ 2 hours എടുക്കും ചാർജ് ചെയ്യാൻ. എങ്കിലും ടാബ്ലറ്റ് പൊതുവേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ടാബ്ലറ്റിൽ അധികം ഫാസ്റ്റ് ചാർജിങ് ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് അതന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അധികം ഫാസ്റ്റ് ചാർജിങ് ഇല്ല. 22.5 വാട്ട് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. അത് സെയിം ടൈം തന്നെ എടുക്കുക. 18 വാട്ട് സപ്പോർട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇത്രയും ടൈം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡിൻ്റെ ഒരു അൺബോക്സിങ്ങും ഡീറ്റെയിൽ ഹാൻഡ്സ് ഓൺ നമ്മൾ ചെയ്തത്. അപ്പോൾ ഓവറോൾ ഞാനിത് ആക്ച്വലി ഒരു വീക്കായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു വീക്കിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പെർഫോമൻസ് ആണ്. കാരണം ഇഷ്യൂസോ ലാഗ്സ് ഒന്നുമില്ല. നല്ല ഡിസ്പ്ലേ ഉണ്ട്, 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 8000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ്. വളരെ സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആണ്. മെറ്റൽ ബോഡിയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഒരു പെർഫോമൻസ്, UI ഒപ്റ്റിമൈസേഷൻ നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഒരു ടാബ്ലറ്റാണ് ഇത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ
ആൻഡ്രോയിഡ് ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് റെഡ്മി പാഡ്. അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല. എന്താണെങ്കിലും 3 വേരിയൻ്റ് ഉള്ളത്, 364, 4/128, 6/128, അങ്ങനെ 3 വേരിയൻ്റ് ഉള്ളത്. ഈ 3 വേരിയൻറ്റും തന്നെ ഓൾമോസ്റ്റ് 10,000 to 20,000 റുപ്പീസിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഇത് ഗ്ലോബൽ ഡെബ്യൂ ആണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഇന്ത്യയിലും വേൾഡിലും ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇൻഫാക്ട് ഇന്ത്യയിലാണ് ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്നത്, ഗ്ലോബൽ ഡെബ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രൈസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വൈഡർ റേഞ്ച് പറയുന്നത്, 10,000 to 20,000 രൂപയ്ക്ക് ഉള്ളിലായിരിക്കും എന്ന് പറയുന്നത്. കാരണം ആ പ്രൈസ് സെഗ്മെൻറ്റിലാണ് പൊതുവെ ബഡ്ജറ്റ് ടാബ്ലറ്റ്സ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ടാബ്ലറ്റ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത്. അതേപോലെ ക്വാഡ് സ്പീക്കേഴ്സും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡിൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.